പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അല്പസമയം ദൈവം നമുക്ക് തന്ന സാവകാശത്തിന് ദൈവത്തിനോട് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ഇന്ന് ഞാൻ ചിന്തിക്കാൻ എടുത്ത വിഷയം വിശുദ്ധ ലൂക്കോസ് 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ആണ്. ആമീൻ. ഇവിടെ 19 വാക്യത്തിൽ പറയുന്നു, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ വില കൂടിയ വസ്ത്രവും ആഭരണവും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ച് ജീവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ലാസർ മരിച്ചു. ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെ കണ്ടു എന്ന് വചനം പറയുന്നു. ഇവിടെ ധനവാനായ മനുഷ്യൻ, ലോകമോഹങ്ങളിൽ സുഖിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരുടെ വിശപ്പറിയാതെ മറ്റുള്ളവരുടെ വേദനയും കണ്ണുനീരും അറിയാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ധനത്തിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ഒന്നും ചെയ്തില്ല. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന് വചനം പറയുന്നു. അവൻ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ വചനം പറയുന്നുണ്ട്, നീ ഭൂമിയിൽ കെട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ അഴിക്കുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ ലാസർ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുകയാണ്. വിശപ്പുള്ളവനെ വിശപ്പിന്റെ വില അറിയൂ. വയറ് നിറച്ചു കഴിച്ചവൻ അത് അറിയുകയില്ല. സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ, സദൃശവാക്യം 27:7 പറയുന്നു, തിന്നു തൃപ്തരായവൻ തേൻ കട്ടയും ചവിട്ടിക്കളയുന്നു, വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. തിന്നു തൃപ്തനായവൻ എന്തു കൊടുത്താലും അവനത് വേണ്ടാന്ന് പറയും. വയറ് നിറച്ചല്ലേ കഴിക്കാൻ പറ്റൂ, വേണ്ടാന്നേ പറയത്തുള്ളൂ. അവന് തേൻകട്ട കൊടുത്താലും ചവിട്ടിക്കളയുമെന്ന് വചനം പറയുന്നു. എന്നാൽ വിശപ്പുള്ളവനോ കയ്പുള്ളത് കൊടുത്താലും അവൻ വളരെ ടേസ്റ്റായിട്ട് കഴിക്കുമെന്ന്. എന്നാൽ നമുക്ക് മതി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ആഹാരം. ഒരാൾക്ക് വിശന്നു വരുന്ന ഒരാൾക്ക് ആഹാരം വയറ് നിറച്ച് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും മതി എന്ന്. പക്ഷെ അതിൽ ധനമോ എന്ത് കൊടുത്താലും അത് മതി എന്നൊരു വാക്ക് അവരാരും പറയുകയില്ല. എന്നാൽ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ മതി എന്ന് പറയും. ഹല്ലേലൂയ. അത് വിശപ്പുള്ളവനാണ് നാം, അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ധനവാനെ ഒന്നും ആർക്കു വേണ്ടിയും ചെയ്യുന്നില്ല. നമുക്ക് ദൈവം അവസരം തരുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ആരെങ്കിലും നമ്മുടെ മുന്നിൽ കൈ നീട്ടിയാൽ നമ്മൾ അത് അവർക്ക് കൊടുക്കാതിരിക്കരുത്. ഹല്ലേലൂയ. അത് ആഹാരത്തിനോ വെള്ളത്തിനോ എന്തിനായാലും അതാ അത്യാവശ്യ സമയങ്ങളിലായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കൊടുക്കണം. സഹായിക്കേണ്ട സമയത്ത് സഹായിക്കണം. ആ വിശന്ന് വരുന്നവർക്ക് അപ്പോഴാണ് അതിൻ്റെ ആഹാരം കൊടുക്കേണ്ടത്. അർഹതപ്പെട്ടവരെ സഹായിക്കണം. ഹല്ലേലൂയ. സഭാപ്രസംഗി 11:1 വാക്യം പറയുന്നത് പോലെ, ഹല്ലേലൂയ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് നിനക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. നീ എന്ത് ചെയ്താലും എന്ത് നന്മ ചെയ്താലും അതിൻ്റെ പ്രതിഫലം നിശ്ചയമായിട്ട് നിനക്ക് ലഭിക്കും. നിന്റെ അപ്പത്തെ വെള്ളത്തിലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞ്. നീ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് ചിലപ്പോൾ നിന്റെ തലമുറയ്ക്കായിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിനക്കായിരിക്കും. അത് ഏറിയ നാൾ കഴിഞ്ഞ് ലഭിക്കും എന്നാണ് സഭാപ്രസംഗിയിൽ പറയുന്നത്. ആമേൻ. സ്തോത്രം. ഇന്ന് നമുക്ക് അല്പസമയത്തേക്ക് പഴയ കാലത്ത് നടന്ന ഒരു സംഭവ കഥ പറയുകയാണ്. ഒരിടത്ത് ഒരു അമ്മയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ അവനെ ജോലിക്കൊക്കെ പോയാണ് വളർത്തുന്നത്. മറ്റു വീടുകളിലൊക്കെ ജോലി ചെയ്താണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. ഒരു ദിവസം അവൻ സ്കൂളിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വല്ലാതെ വിശന്നായി കുഞ്ഞ് വരുന്നത്. എന്നും വരുമ്പോൾ എന്തെങ്കിലും ആഹാരം ഈ അമ്മ
ആ കുഞ്ഞിന് വേണ്ടി കരുതിയിരിക്കും. എന്നാൽ ഇന്ന് വന്നപ്പോൾ ഒന്നുമില്ല. അവൻ അമ്മേന്ന് വിളിച്ച് ചെന്നപ്പോൾ അമ്മ വയ്യാതെ മുറിയിൽ അകത്ത് കിടപ്പുണ്ട്. അമ്മ പറയുകയാണ്, മോനെ ഇന്ന് ആഹാരം ഒന്നുമില്ല, അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ല, തീരെ വയ്യ. ഈ കുഞ്ഞ് ഒരു മറുപടിയും പറയാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അവിടെ ഒരു പലഹാരക്കടയുണ്ട്. അവിടെ അതിൻ്റെ മുന്നിൽ പോയി നോക്കി നിൽക്കുകയാണ്. പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ആ കടക്കാരൻ ആ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കുന്നു പോലുമില്ല. എന്നാൽ അവൻ അവിടെ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. അവിടെ ഒരു ടാപ്പുണ്ട്. അവിടെ നിന്ന് വെള്ളമെങ്കിലും കുടിച്ച് തിരികെ വീട്ടിൽ പോകാം, അമ്മ തന്നെയല്ലേ ഉള്ളൂ. എന്നാൽ അവൻ ആ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലെ ആൻറ്റി ഗേറ്റ് ഇങ്ങനെ അടയ്ക്കാനായിട്ട് വരുന്നു. അപ്പോൾ ആൻറ്റി വിളിച്ചു, മോനെ നീ ഇങ്ങ് വരാൻ. ഉടനെ ആ കുഞ്ഞ് ആ വീടിന്റെ വാതിക്കലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ ആൻറ്റി ഒരു ഗ്ലാസ് നിറച്ച് പാല് കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് കൊടുക്കുകയാണ്. കുഞ്ഞ് അതിശയിച്ചു പോയി. കാരണം വിശന്നിരിക്കുകയാണ്. എന്ത് കിട്ടിയാലും കഴിക്കാനുണ്ട്. ആ വിശപ്പിന്റെ വില. ആ കുഞ്ഞ് കയ്യിലേക്ക് ആ പാല് വാങ്ങിച്ചു. അപ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ അമ്മയെ ഓർത്തു. അമ്മയും വിശന്ന് കിടക്കുകയാണ്, രാവിലെ മുതൽ വിശന്ന് കിടക്കുകയാണ്. എന്നാൽ ഈ പാൽ എങ്ങനെ കൊണ്ടു കൊടുക്കും? ഇവരുടെ ക്ലാസ് അല്ലേ. എന്നാൽ ആ ആൻറ്റി പറയുകയാണ്, കുഞ്ഞെ നീ അത് കുടിക്കടാ എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിച്ചു. അപ്പോഴാ കുഞ്ഞ് അത് മുഴുവനും കുടിച്ചു. ക്ലാസ് തിരികെ കൊടുക്കുകയാണ്. എന്നാൽ ആൻറ്റി വീണ്ടും കുറെ ബ്രെഡ്, പഴമ, അങ്ങനെ എന്തൊക്കെയോ കഴിക്കാൻ ആ കുഞ്ഞിന് കൊണ്ട് കൊടുക്കുകയാണ്. ആ കുഞ്ഞു പറഞ്ഞ്, എനിക്കിതൊന്നും വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. അതുപോലെ വലിയൊരു ഗ്ലാസ് പാലായിരുന്നു. എന്നാൽ ആ കുഞ്ഞ് തിരികെ ക്ലാസ് കൊടുക്കുമ്പോൾ ആ ആൻറ്റിയോട് ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തു തരട്ടെ? എന്നാൽ ആ ആൻറ്റി അവൻ്റെ മുടിയിൽ തഴുകി പറയുകയാണ്, ഒന്നും വേണ്ട, നീ ഒരു ജോലിയും എനിക്ക് ചെയ്തു തരണ്ട. നീ പഠിക്കാൻ മിടുക്കനാണല്ലോ, നീ പഠിച്ച് വളർന്ന് നിന്റെ അമ്മയെ നോക്കിയാൽ മാത്രം മതി. അങ്ങനെ ആ ആൻറ്റി കൊടുത്ത ബ്രെഡും പഴവും എല്ലാം കൊണ്ട് അവൻ വീട്ടിലേക്ക് വരികയാണ്. ഓടി വന്ന് അത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ ആ അമ്മ ചോദിക്കുകയാണ്, മോനെ ഇത് എവിടുന്നാ, ഇത് എങ്ങനെ കിട്ടി മോനെ? ഉടനെ ആ കുഞ്ഞു പറഞ്ഞു, അവിടെ ഒരു വീടില്ലേ, ആ വീട്ടിലെ ആൻറ്റി എനിക്ക് തന്നതാ അമ്മേ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെന്നാ കഴിച്ചോ. ഉടനെ കുഞ്ഞു പറഞ്ഞു, വേണ്ട, എനിക്ക് വയറ് നിറച്ച് പാല് ഞാൻ ആ ആൻറ്റി തന്നു. അമ്മയ്ക്ക് സന്തോഷമായി. തൻ്റെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞല്ലോ, വിശന്നാ തൻ്റെ കുഞ്ഞ് വരുന്നത്. അതുപോലെ ആ അമ്മയ്ക്ക് വളരെ വേദനയാണ്. എൻ്റെ കുഞ്ഞിന് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദന. എന്നാൽ അമ്മയെ നിർബന്ധിച്ച് അവൻ ആ ബ്രെഡും പഴവും ഒക്കെ കഴിപ്പിച്ച് വെള്ളവും ഒക്കെ കുടിപ്പിക്കുകയാണ്. എന്നാൽ വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ ആൻറ്റി വളരെ എല്ലാവരുടെയും സ്നേഹമായിട്ട് ഇടപെടുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റി എല്ലാവർക്കും ആൻറ്റിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. എന്നാൽ ആ ആൻറ്റിക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടാകുകയാണ്. അവരവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ കൂടാതെ മാറുകയില്ല. എന്നാൽ ആ ആൻറ്റി പറയുകയാണ്, ഓപ്പറേഷനൊക്കെ ഒത്തിരി രൂപയാവും ഡോക്ടർ, എനിക്ക് എന്തെങ്കിലും മരുന്ന് തന്നാൽ മതിയെന്ന്. അങ്ങനെ മരുന്ന് വാങ്ങിച്ച് വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. വീണ്ടും രോഗം വഷളാകുകയാണ്. എന്നാൽ അവിടെ ഒരു അയൽക്കാരി വന്ന് ഈ ആൻറ്റിയെ അവിടെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ ആൻറ്റിക്ക് അതിന് തക്ക പൈസയൊന്നും ഇല്ല മുടക്കാൻ. ആൻറ്റി പറയുന്നുണ്ട്, ഓപ്പറേഷനുള്ള പൈസയൊന്നും എൻ്റെ ഇല്ല എന്ന്. അങ്ങനെ ആ വലിയൊരു ഹോസ്പിറ്റലിൽ ഈ ആൻറ്റിയെ അഡ്മിറ്റ് ആക്കുകയാണ്. എന്നാൽ അവിടെ ചെന്നപ്പോഴേ ഈ ആൻറ്റി നേഴ്സിനോട് പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ അതിനുള്ള കാശൊന്നും ഇല്ല ഓപ്പറേഷനുള്ള. എന്നാൽ നേഴ്സ് പറഞ്ഞു, പറ്റില്ല ആൻറ്റി, ഓപ്പറേഷൻ ചെയ്യാതെ ഈ രോഗം മാറുകയില്ല. അങ്ങനെ ആ ആൻറ്റിയെ ഓപ്പറേഷൻ വീട്ടിലേക്ക് കയറ്റുകയാണ്. എന്നാൽ ആ ആൻറ്റിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ആ ആൻറ്റിയെ റൂമിൽ കൊണ്ടുവന്നു. നേഴ്സ് ബില്ല് കൊണ്ടു കൊടുക്കുകയാണ്. ആൻറ്റിയുടെ ഉള്ളിൽ വെപ്രാളം, അയ്യോ ഈ ബില്ല് ഞാൻ എങ്ങനെ അടയ്ക്കും? കാരണം ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, അവിടുത്തെ ഭയങ്കര ചാർജുമാണ്. താൻ എങ്ങനെ അടയ്ക്കും എന്ന വിഷമത്തോടെ ബില്ലിലേക്ക് നോക്കുകയാണ്. ഉടനെ നേഴ്സ് പറയുകയാണ്, ആ ബില്ല് മുഴുവൻ അടച്ചിരിക്കുകയാണ്.
ആന്റി തിരിച്ചു മറിച്ചു എല്ലാം നോക്കി, അതേ ബില്ല് അടച്ചിരിക്കുകയാണ്. എത്ര തുകയുണ്ടോ അത്രയും അടച്ച ബില്ലാണിത്. ആന്റിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാൽ ആന്റി ആ ബില്ല് വീണ്ടും തിരിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, 1 ഗ്ലാസ് പാലിന്റെ പ്രതിഫലം എന്ന്. എന്നാൽ ആന്റിക്ക് മനസ്സിലായില്ല അതെന്ത് ആണ് എന്ന്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആന്റിയെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ കടന്നു വരികയാണ്. ആന്റിക്ക് ആ ഡോക്ടറിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഡോക്ടർ ആന്റിയോട് പറയുകയാണ്, ആന്റി, ഞാനാണ് ആന്റിയെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ, ഞാനാണ് ആ ബില്ലടച്ചത്. ആന്റിയുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ഡോക്ടർ പറയുകയാണ്, അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആന്റി എനിക്ക് 1 ഗ്ലാസ് പാല് തന്നിരുന്നു. ഞാൻ വിശന്ന് വലഞ്ഞ് നടന്ന ആ സമയത്ത് ആ പാലിന്റെ പ്രതിഫലമാണ് ഈ ബില്ല്. ആന്റിയുടെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകുകയാണ്. താൻ അന്ന് 1 ഗ്ലാസ് പാല് കൊടുത്തതിന്റെ പ്രതിഫലമാണോ ഇത്? ആന്റി എഴുന്നേൽക്കുകയാണ്. ആന്റിയെ താങ്ങി പിടിച്ച ഡോക്ടർ എഴുന്നേൽപ്പിച്ച് കട്ടിലേൽ ഇരുത്തി. ആ ഡോക്ടർ പറയുകയാണ്, ആന്റി അന്ന് എനിക്ക് 1 ഗ്ലാസ് പാല് തന്ന് എൻ്റെ തലയിൽ തഴുകി പറഞ്ഞില്ലേ, മോൻ പഠിച്ച് മിടുക്കനാകണം. അതേ ആന്റി, എന്നെ പഠിപ്പിക്കാൻ ഒരു കരത്തെ ദൈവം ഉയർത്തിയിരുന്നു. ആ വലിയ മനുഷ്യൻ എന്നെ പഠിപ്പിച്ച് ഞാൻ ഡോക്ടറായി. അതാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ആന്റി അതിശയിച്ച് കൈ കൂമ്പുകയാണ്. വേണ്ട, ആന്റി എൻ്റെ നേരെ കൈ കൂമ്പണ്ട, ആന്റിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരുമെന്നും പറഞ്ഞ് ആ ആന്റിയെ ആ ഡോക്ടർ മാറോട് ചേർക്കുകയാണ്. അതാണ് 1 ഗ്ലാസ് പാലിന്റെ പ്രതിഫലം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് നിനക്കതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന സഭാപ്രസംഗി പറയുന്നത് പോലെ തീർച്ചയായിട്ടും നമ്മൾ ഒരു നന്മ ചെയ്താൽ അതിന് പ്രതിഫലം നമുക്ക് കിട്ടിയിരിക്കും എന്നാണ് ഈ സംഭവ കഥയുടെ ഉദ്ദേശം. അതേ ദൈവമക്കളെ, നമ്മൾ ഒരു വസ്ത്രമാർക്കെങ്കിലും സന്തോഷത്തോടെ കൊടുത്താൽ, ഒരാഹാരം കൊടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നമുക്ക് ദൈവം തന്നിരിക്കും. ആമീൻ, ആമീൻ. ഇവിടെ ലൂക്കോസ് 16:25 വാക്യം, നമ്മൾ ധനവാനെ ലാസറിനെ പറ്റിയാണല്ലോ ചിന്തിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ധനവാൻ വിളിച്ചു പറയുകയാണ്, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് ധനവാൻ വിളിച്ചു പറയുകയാണ്. അന്ന് ധനവാൻ ലോകമോഹങ്ങളിൽ സുഖിച്ച് ജീവിച്ചപ്പോൾ ഈ ലാസറിന്റെ വേദന അറിഞ്ഞില്ല. യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്ത് ഉണ്ടാകുന്നത് എന്ന് വചനം പറയുന്നു. നിനക്ക് ദൈവം സമ്പത്തും ആരോഗ്യവും എല്ലാം തരുമ്പോൾ മറ്റുള്ളവരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കണം. ഇവിടെ വിശന്ന് വലഞ്ഞ ലാസർ അവിടെ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അന്ന് ആ വേദന ഈ ധനവാൻ കാണാതെ പോയി. ഇന്ന് ആ ലാസർ അബ്രഹാമിന്റെ മടിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു. ധനവാൻ ഇവിടെ ജ്വാലയിൽ കിടക്കുന്നു. എന്നാൽ അബ്രഹാം പിതാവ് പറയുകയാണ്, നിന്റെ ആയുസ്സിൽ നീ നന്മ അനുഭവിച്ചു, ലാസർ അവിടെ ഒത്തിരി വേദനയും അനുഭവിച്ചു. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഇവിടെ അബ്രഹാം പിതാവ് ധനവാനോട് പറയുകയാണ്, നിനക്ക് ദൈവം ആരോഗ്യം തന്നപ്പോൾ നീ സുഖിച്ചു ജീവിച്ചു, നീ വളരെ നന്മ അനുഭവിച്ച് ജീവിച്ചു.
ഭൂമിയിൽ നീ അറിഞ്ഞില്ല മറ്റുള്ളവരുടെ വേദന. അതേ ദൈവമക്കളെ, നമുക്ക് ദൈവം ആരോഗ്യവും ആയുസ്സും ധനവും ഒക്കെ തരുമ്പോൾ നമ്മളാൽ ആവുന്നത് പോലെ ചെറിയ സഹായങ്ങള് പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. അതെന്ത് തന്നെയാണേലും. നിന്റെ മുന്നിൽ ഒരു നേരത്തെ ആഹാരത്തിനായിരിക്കും ആരെങ്കിലും കൈ നീട്ടുന്നത്. അവരെ വെറുതെ വിടരുത്. ഇതെല്ലാം കാണുവാൻ ഒരു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുണ്ട്. അവനെല്ലാം നഗ്നവും മലർന്നതുമാണ്. നമുക്ക് മനുഷ്യരുടെ കണ്ണ് മാത്രമേ മൂടാൻ കഴിയൂ. എന്നാൽ ദൈവത്തിന്റെ കണ്ണ് അവിടെ തുറന്നു ദൃഷ്ടി നമ്മുടെ മേലിരിക്കുകയാണ് ഓരോ മിനിറ്റും സെക്കൻഡും. അവനെല്ലാം നഗ്നവും മലർന്നതുമാണെന്ന് വചനം പറയുന്നു. എന്നാൽ ഇവിടെ ധനവാൻ വന്ന് വേദന അനുഭവിക്കുകയാണ്. എന്നാൽ ധനവാൻ അവിടെ കിടന്ന് വിളിച്ചു പറയുകയാണ്, എനിക്കിത് സംഭവിച്ചു പോയി. എന്നാൽ എൻ്റെ സഹോദരങ്ങൾ 5 പേര് ഭവനത്തിലുണ്ട്. അവരറിയണം എനിക്ക് സംഭവിച്ചത്. അതൊന്ന് പറയാൻ ഈ ലാസറിനെ ഒന്ന് വിട്ടാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സഹോദര സ്നേഹം തോന്നുകയാണ് അവിടെ ചെന്നപ്പോൾ. എന്നാൽ അബ്രഹാം പിതാവ് പറയുകയാണ്, അങ്ങനെ ആരെയും ഇവിടെ നിന്ന് വിടുകയില്ല. ഇവിടെ മരിച്ചവരിൽ ഒരുത്തനും എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെല്ലുകയില്ല. അങ്ങനെ അവരാരും മാനസാന്തരപ്പെടണ്ട. എന്നാൽ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുക. കാരണം വചനം നമുക്ക് തന്നിട്ടുണ്ട്, അതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ മരിച്ചിടത്തു നിന്നും ഒന്നും ആരെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ലെന്നാണ് ഇവിടെ അബ്രഹാം പിതാവ് പറയുന്നത്. എന്നാൽ ധനവാൻ പറയുകയാണ്, അവർക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന്. ഭൂമിയിലുള്ളവർക്ക്, അവന്റെ സഹോദരങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഇവന്റെ സഹോദരങ്ങൾ ഇവനെ പോലെ ആയിരിക്കും. എന്നാൽ അബ്രഹാം പിതാവ് പറയുകയാണ്, അതിന് ഇവിടെ പ്രവാചകന്മാര് വചനത്തിലൂടെ എല്ലാം അറിയിക്കുന്നുണ്ടല്ലോ, അത് വായിച്ച് മാനസാന്തരപ്പെട്ടാൽ മതിയെന്ന്. അതേ ദൈവമക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഹല്ലേലൂയ പെട്ടകം ദൈവം തന്നിട്ടുണ്ട് വായിക്കാൻ. വചനമുണ്ട്. വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിയും. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ല എന്ന്. മരിച്ചവരിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം വചനം വിശ്വസിക്കാത്തവൻ എങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ഇവിടെ അബ്രഹാം പിതാവ് പറയുകയാണ്. ധനവാൻ അവിടെ വേദന അനുഭവിക്കുകയാണ്. ലാസറിന്റെ കൈയുടെ വ്രണമോ അവന്റെ വിശപ്പോ ഒന്നും ധനവാൻ അന്ന് അറിഞ്ഞിരുന്നില്ല. ആമീൻ, സ്തോത്രം. എന്നാൽ ധനവാൻ ഓർത്തു, ഈ ഭൂമിയിൽ സുഖിച്ച് ജീവിച്ചതുപോലെ അവിടെയും ജീവിക്കാമെന്ന്. എന്നാൽ അഗ്നിയിൽ കിടന്ന് വേദന അനുഭവിക്കുകയായിരുന്നു ഈ ധനവാൻ. ലോകം വെട്ടിപ്പിടിച്ച ആളാണ് അലക്സാണ്ടർ ചക്രവർത്തി. മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ 2 കൈയും പെട്ടിയുടെ പുറത്ത് ഇടണമെന്ന്. ആരോ ചോദിച്ചു അതെന്തിനെന്ന്. എന്നാൽ ചക്രവർത്തി പറയുകയാണ്, ലോകമറിയണം ഞാൻ നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടാണ് പോകുന്നത് എന്ന്. അതേ ദൈവമക്കളെ, നമ്മളെല്ലാവരും വെറും കൈയോടെ പോകേണ്ടതാണ്. ലാസറിനെ പോലെ തന്നെ ധനവാനും മരിച്ചു. എല്ലാവരുടെ ശ്വാസം നിന്നു കഴിയുമ്പോൾ വെറും മണ്ണായിട്ട് തീരുകയാണ് നമ്മൾ പുഴുവിനെ പോലെ മണ്ണരിക്കേണ്ടവരാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം തരുന്ന നല്ല സമയത്ത് മറ്റുള്ളവരുടെ കണ്ണുനീരും മറ്റുള്ളവരുടെ വേദനയും ഒക്കെ കാണണം. മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ അറിയണം. വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, അതനുസരിച്ച് കുറച്ചെങ്കിലും നമ്മൾ ജീവിച്ചേ മതിയാവൂ. വചനം പറയുന്നുണ്ട്, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും
കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്യണമെന്ന്. ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളാണ് ഇതൊക്കെ. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് നമ്മളാൽ ആവുന്നത് പോലെ. എന്നാൽ പണം കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാവോ? മറ്റുള്ളവരെ തളർത്താതെ അവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സഭാപ്രസംഗി പറയുന്ന പോലെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാൽ നിനക്കതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അതേ ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന നന്മയ്ക്കൊക്കെ നമുക്ക് ദൈവം പ്രതിഫലം തന്നുകൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കാം. ദൈവം തന്ന ആയുസ്സായത്. ഹല്ലേലൂയ. എല്ലാവരെയും, എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ പിരിയുകയാണ്. എന്നാൽ പിരിയാത്ത ആ തിരു സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമ്മൾ കാണും വരെ ആ തങ്കച്ചിറകിനുള്ളിൽ ആ അത്യുന്നതന്റെ കരത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കട്ടെ. ഈ വചനത്താൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.